ഹായ് ഗായ്സ്, വെൽക്കം. ഇന്ന് നമുക്ക് നത്തോലി തോരൻ അഥവാ കൊഴുവ കൊഴുവ എന്നാണ് നമ്മുടെ അവിടെയൊക്കെ പറയുക. നമ്മുടെ അവിടെ മീൻസ് തൃശ്ശൂർ. ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ്, ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. സോ ഇവിടെ പറയുക നത്തോലി എന്നാണ്. ഇത് തോരൻ വയ്ക്കുക എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വന്നാണ് ആദ്യമായിട്ട് കഴിക്കണത്. അപ്പോൾ അതെങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് തന്നെ കഴുകിയെടുക്കുക, ഉപ്പിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്ലീനായിട്ട് വരും. ഓൾമോസ്റ്റ് എല്ലാ മീനുകളും ഉപ്പിട്ട് കഴുകിയെടുക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് വരും. എന്നിട്ട് നല്ല വെള്ളത്തിൽ കുറച്ച് ഒരു 3-4 തവണ കഴുകിയെടുക്കണം. ദെൻ അത് കഴുകിയെടുത്ത് കുറച്ച് നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് സെറ്റ് ചെയ്യാം. അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സാക്കി വെച്ചു. ദെൻ കുറച്ച് നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്യണം. അതിൽ കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് മിക്സാക്കി വെക്കണം. ഇതിൽ വേറെ ഒന്നും ഞാനങ്ങനെ പൊതുവെ ചേർക്കാറില്ല. ഇത് ഓൾമോസ്റ്റ് ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ. ഇനി വേറെ എന്തെങ്കിലും രീതിയിൽ പലയിടങ്ങളിലും ചെയ്യുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം. നമുക്ക് അങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ തോരന് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ആദ്യം കുറച്ച് നാളികേരം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് നന്നായി ഒന്ന് തിരുമ്മി വയ്ക്കണം. അതിനുശേഷം കുറച്ച് സവാള, പച്ചമുളക് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ചീനച്ചട്ടി എടുത്ത് വേഗം നമ്മൾ ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത്തിരി വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ തന്നെ നമ്മുടെ കറിവേപ്പില ഇട്ട് അങ്ങോട്ട് കൊടുക്കണം. കറിവേപ്പില എന്ന് പറയുമ്പോൾ അതൊരു മെയിൻ ഫാക്ടറാണ് എന്തുണ്ടാക്കുമ്പോഴും. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പില ഇട്ടിട്ട് ഉണ്ടാക്കുന്ന എല്ലാ ഡിഷിനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ദെൻ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നത്തോലി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ അത് ഏകദേശം ഒരു കളറൊക്കെ ഇത്തിരി മാറും. ദെൻ വേഗം തന്നെ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള, പച്ചമുളക് ഇട്ട് കുറച്ച് ഉപ്പിട്ട് നമ്മളൊന്ന് ആവി കയറുക എന്നാണ് പറയാമെന്ന് വിചാരിക്കുന്നു. ആവി കയറാനായിട്ട് അങ്ങോട്ട് അടച്ച് വെക്കണം. അത് 2 മിനിറ്റ് അങ്ങനെ വെക്കണം. എന്നാലാണ് അതൊരു വേറെ ടേസ്റ്റാണ്, വേറൊരു സ്മെല്ലാണ്. അത് വേറെ ലെവലാണ്. ഞാനല്ല ഇന്ന് കുക്ക് ചെയ്യണത്. ഇങ്ങനത്തെ ഡിഷസൊന്നും ഞാൻ കുക്ക് ചെയ്യാറില്ല. നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഫ്ലോപ്പ് ആവാറാണ് പതിവ്. സോ അമ്മയാണ് എല്ലാം ചെയ്യണത്. അത് കഴിഞ്ഞ ഉടനെ തന്നെ അതെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ അതിരുന്ന് അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളൂല, നമുക്ക് കഴിക്കാനൊന്നും പറ്റില്ല തീരെ. അപ്പോൾ അത് ഇടയ്ക്കെടുത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ വരുന്ന സ്മെൽ അതൊരു പ്രത്യേക സുഗന്ധമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. വലിയ എന്താ പറയുക, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഓൾമോസ്റ്റ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിനാവശ്യമുള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. ഞാനിത് മാത്രം കൂട്ടിയിട്ട് ഫുഡ് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അരപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരപ്പ് അതിലേക്ക് ഇട്ടു. അരപ്പിട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഒരുപാട് നേരമൊന്നും ഗ്യാസിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ്സേ ആവശ്യമുള്ളൂ. അപ്പോഴത്തേനും അത് ഏകദേശം കംപ്ലീറ്റ് ആവും. കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് അങ്ങോട്ട് പോവും. പിന്നെ കഴിക്കാനുള്ള ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോവും. അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ്. 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് കുറവുണ്ടായിരുന്നു, അപ്പോൾ നമ്മളത് കുറച്ച് ഒഴിച്ചത്. നമ്മളധികം വെളിച്ചെണ്ണ അങ്ങനെ ഒഴിക്കില്ല, അതുകൊണ്ടാണ് രണ്ടാമത് ഒഴിക്കേണ്ടി വന്നത്. 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക, തന്നെ എടുക്കുക. അപ്പോൾ തന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടാവും. ഓൾമോസ്റ്റ് ഡൺ. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി സെർവ് ചെയ്യുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. മസ്റ്റ് ട്രൈ ആണ്. നല്ല ടേസ്റ്റാണ്. സിമ്പിൾ റെസിപ്പിയാണ്. ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് എഫേർട്ടൊന്നും ഇല്ലാതെ നമുക്ക് വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി വേഗം തന്നെ നമുക്ക് ഒരു പണിയുണ്ട്. പൊരിക്കാനായിട്ട് ഉള്ള ചീനച്ചട്ടി എടുത്ത് സെറ്റ് ചെയ്ത് വേഗം പൊരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കും, വിത്ത് ചീനച്ചട്ടിയുടെ കൂടെ ഓയിലുണ്ടല്ലോ എന്ന്.
അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം നമ്മൾ പപ്പടം അവിടെ പൊരിച്ചിരുന്നു. അപ്പോൾ പിന്നെ അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മളത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ വേഗം തൊലിയിലേക്ക് പറക്കിയിട്ടു. വേഗം തന്നെ ഗ്യാസ് ഇത്തിരി നല്ല സ്പീഡിൽ വെച്ചു. വേഗം അത് വറുത്തെടുത്ത് കഴിക്കാനുള്ള പ്ലാനിങ്ങാണ്. കഴിക്കാനിന്ന് വിഭവസമൃദ്ധമായിട്ടുള്ളൊരു